കേരളത്തിൽ ഏറ്റവും അധികം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ, മറ്റൊന്ന് കണ്ണൂർ. ഈ ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടുന്ന ആലപ്പുഴ നിയോജക മണ്ഡലം തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യം വിജയിയെ നിർണ്ണയിക്കുന്നതിലുള്ള ഒരു മണ്ഡലമാണ്. 1950കളിലും 60കളിലും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരുന്നു മേൽക്കോയ്മ. അതിലൊട്ടും അത്ഭുതപ്പെടാനില്ല. ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സ്ഥിതി ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് പിണറായിയിലെ പാറപ്പുറത്താണെന്നൊക്കെ ചരിത്രമുണ്ടെങ്കിലും പാർട്ടിക്ക് ജനകീയ അടിത്തറ കൊടുത്തതും ജനസ്വാധീനം ഉണ്ടാക്കിയെടുത്തതും പുന്നപ്ര വയലാർ സമരമാണ്. ആ സമരഭൂമിയും ആ രക്തസാക്ഷികൾ ഉറങ്ങുന്ന ചുടുകാടും ആലപ്പുഴയിലാണ്. അങ്ങനെയുള്ള ആലപ്പുഴയിൽ 50കളിലും 60കളിലും ആ സ്വാധീനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിർത്താനായി. ഒരുപക്ഷെ പാർട്ടിയിലെ പിളർപ്പാകാം പിന്നീട് ഇവിടെ പുതിയ യാഥാർത്ഥ്യങ്ങൾ രൂപം കൊണ്ടു. 1970കൾ ഒരു വഴിത്തിരിവായിരുന്നു. ഇവിടെ ജാതി മതസംഘടനകൾക്കും സ്വാധീനം കൈവന്നു. 2024 ആലപ്പുഴ നിയോജകമണ്ഡലം പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളും രാഷ്ട്രീയത്തോടൊപ്പം തന്നെ വിജയിയെ നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CPMൻ്റെ നിലവിലുള്ള MP ആയ AM ആരിഫാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുൻ ആലപ്പുഴയിൽ നിന്നും 2 വട്ടം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്ന കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും ശക്തനായ നേതാക്കന്മാരിൽ ഒരാളായ KC വേണുഗോപാലാണ്. BJP സ്ഥാനാർത്ഥിയാവട്ടെ BJPയുടെ ഏറ്റവും ജനസ്വാധീനമുള്ള വനിതാ നേതാക്കന്മാരിൽ ഒരാളും. മത്സരിച്ചിടത്തൊക്കെ വോട്ട് ശതമാനം കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്ത ശോഭാ സുരേന്ദ്രനാണ്. മത്സരം കടുത്ത മത്സരം തന്നെയാണ്. ഒറ്റനോട്ടത്തിൽ തുടക്കത്തിൽ ഒരല്പം മുൻതൂക്കം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ KC വേണുഗോപാലിനാണ്. ഇത് പറയാതെ വയ്യ. പക്ഷേ ഇതിവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇലക്ഷനിലേക്ക് നടന്നെടുക്കുമ്പോൾ രാഷ്ട്രീയ അന്തർധാരകളും അടിയൊഴുക്കുകളും എങ്ങനെയാണ് ഫലത്തെ സ്വാധീനിക്കുകയെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ആലപ്പുഴ ജില്ലയുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം. ഞാൻ ഹരികുമാർ. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മൾക്ക് കുറച്ച് വർഷങ്ങൾ മുൻപിലേക്ക് പോകാം. 1970കളൊക്കെ അന്ന് രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന ജില്ലയായിരുന്നു ആലപ്പുഴ. എല്ലാ ആഴ്ചയിലും നമുക്ക് രാഷ്ട്രീയ പ്രകടനങ്ങളും സമ്മേളനങ്ങളും കാണാം. കോർണർ മീറ്റിങ്ങുകൾ, അതായത് മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡിൽ, ഇതൊക്കെ ഇവിടുത്തെ നിരന്തര സംഭവമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരുന്നു മുൻതൂക്കം. ഞാൻ പറഞ്ഞതുപോലെ 1950കളിലും 60കളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏതാണ്ട് ഇവിടെ അപ്രമാദിത്വം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് വിജയിച്ചത് പാർട്ടിയുടെ യുഗപ്രഭാവന്മാരായ നേതാക്കന്മാരായ PT പുന്നൂസ്, PK വാസുദേവൻ നായർ, സുശീല ഗോപാലൻ എന്നിവരൊക്കെയാണ്. 71 RSP നേതാവായ K ബാലകൃഷ്ണൻ, കൗമുദി വാരികയുടെ ഉടമസ്ഥനും എഡിറ്ററുമായ K ബാലകൃഷ്ണൻ ഇവിടെ നിന്ന് വിജയിച്ചു. 70കളിലാണ് ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ രാഷ്ട്രീയ ചേരിതിരിവുകൾക്കൊക്കെ ഒരു പുതിയ രൂപം കൈവന്നത്. 1900 അന്ന് 2 തരത്തിലായിരുന്നു ഈ രൂപാന്തരീകരണം ഇവിടെ നടന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലയിലെ അപ്രമാദിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസിലെ ഒരു സംഘം യുവ നേതാക്കന്മാർ ഉയർന്നു വന്നു. വയലാർ രവി, AK ആൻ്റണി, അതുപോലെ തന്നെ 77 തൃശ്ശൂരിൽ നിന്നും ഇവിടെ എത്തിയ VM സുധീരൻ, ജില്ലയുടെ തെക്കൻ ഭാഗത്തു നിന്നും ആലപ്പുഴയെത്തി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റും പിന്നീട് DCC പ്രസിഡൻറ്റുമൊക്കെ ആയ തച്ചടി പ്രഭാകരൻ. ഇങ്ങനെ ഒരു സംഘം നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുകയും CPMൽ നിന്നും പിന്നോക്ക വിഭാഗങ്ങളെ അടർത്തിയെടുത്ത് കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതിൽ തച്ചടി പ്രഭാകരൻ്റെ പേര് പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. കാരണം ഒരുപക്ഷെ ജില്ലയിലെ ഈഴവ സമുദായത്തെ, പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗത്തുള്ള ഈഴവ സമുദായത്തെ കോൺഗ്രസിലേക്ക് അടുപ്പിച്ചതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് നിസ്തുലമാണ്. അതുപോലെ ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ സംഭവിച്ചിരുന്നുള്ളൂ. 1977 ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ
അഖിലേന്ത്യാ നേതാവും പോളിറ്റ് ബ്യൂറോ മെമ്പറുമൊക്കെ ആയിരുന്ന ഈ ബാലാനന്ദനെ മലർത്തിയടിച്ച വി എം സുധീരൻ ആലപ്പുഴയുടെ ലോക്സഭാ ഇലക്ഷനിൽ ഒരു പുതിയ ചരിത്രം എഴുതി. പിന്നീട് ഉള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ്സിന് അത് വലിയ പ്രയോജനം ചെയ്തു. കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തിന് അത് വഴിമരുന്നിട്ടു എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. ഏതാണ്ട് ആ കാലഘട്ടത്തോടുകൂടി ജില്ലയിൽ സാമുദായികമായ ചേരിതിരിവുകളും പതുക്കെ സംഭവിച്ചു തുടങ്ങി. അതിൽ മതമുണ്ട്, ജാതിയുണ്ട്, ഈ രണ്ട് ഘടകങ്ങളുണ്ട്. കായംകുളം, ആലപ്പുഴ നഗരം പോലുള്ളിടത്ത് വർഗീയ സംഘർഷങ്ങളുണ്ടായിരുന്നു. ഒരു നബിദിന ഘോഷയാത്രയെ തുടർന്ന് ആലപ്പുഴയിൽ വെടിവെപ്പുണ്ടായ ഒരു കാലഘട്ടമുണ്ട് 70കളിൽ. അതിനുശേഷം പിന്നീട് പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ജില്ലയിൽ തലപൊക്കി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരുന്നത്. വി എം സുധീരൻ കുറഞ്ഞ കാലം ഇവിടെ മത്സരിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടുന്ന് മാറി. ഇവിടെ നിന്നും പിന്നീട് സ്പീക്കറായി തീർന്ന വക്കം പുരുഷോത്തമൻ MP ആയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയുടെ രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ ഈ സാമുദായിക സംഘടനകൾക്ക് ജില്ലയിലുണ്ടായ മാറ്റം, ആ സ്വാധീനം പതുക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അവർ ഇവിടെ നിന്നും MP ആയ വി എം സുധീരനെ എതിർക്കാനായി ഡോക്ടർ KS മനോജ് എന്ന ലത്തീൻ സഭയിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു യുവ നേതാവിനെ കൊണ്ടുവരികയും അദ്ദേഹം ഇലക്ഷനിൽ വി എം സുധീരനെ അട്ടിമറിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ജില്ലയുടെ രാഷ്ട്രീയത്തിൽ ആദ്യമായി ഒരു പുതിയ പരീക്ഷണം നടത്തി തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ച് പിടിക്കാനുള്ള ശ്രമത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചെങ്കിലും അത് ഒരുപാട് ചോദ്യങ്ങൾ പിന്നീടുണ്ടാക്കി. ഓർക്കേണ്ട ഒരു കാര്യം, ഡോക്ടർ KS മനോജ് അഥവാ ലത്തീൻ പ്രദേശങ്ങളിൽ CPM അന്ന് ചുവരെഴുതിയത് മനോജ് കുരിശിങ്കൽ എന്നാണ്. അദ്ദേഹം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയൊക്കെ ഉപേക്ഷിച്ച് കോൺഗ്രസ്സിൽ വന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു. അദ്ദേഹം വിജയിച്ചില്ല, അത് വേറൊരു വിഷയം. ഞാൻ വ്യക്തി എന്നുള്ള നിലയിൽ ആരെയും ചെറുതാക്കി കാണില്ല. ഡോക്ടർ മനോജ് വളരെ നല്ലൊരു മനുഷ്യസ്നേഹിയും നല്ല ഒന്നാം തരം ഡോക്ടറും എപ്പോഴും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അതൊക്കെ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങൾ. രാഷ്ട്രീയം, ജില്ലയുടെ രാഷ്ട്രീയം മാറിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പരീക്ഷണം നടത്തി, ഇത്തരം സംഘങ്ങളുമായി കൂട്ടുചേർന്നു. പക്ഷേ അത് വീണ്ടും പാർട്ടിയെ അപഛേദത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു. പിന്നീട് ഇവിടെ ആലപ്പുഴ ജില്ലയിൽ പലയിടത്തും ഒരു കാലഘട്ടത്തിൽ CPM RSS സംഘർഷങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കുട്ടനാട്, ചേർത്തല തുടങ്ങിയ സ്ഥലങ്ങളിൽ. ഇന്ന് രാഷ്ട്രീയ സംഘർഷത്തിനേക്കാൾ ഉപരി ആലപ്പുഴ ജില്ല ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് വർഗീയ സംഘർഷത്തിൻ്റെ പേരിലാണ്. ഏതാണ്ട് 1.5 വർഷം മുമ്പ് ആലപ്പുഴ നഗരത്തിലൂടെ ഇപ്പോൾ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഒരു ജാഥ നടത്തി. ആ ജാഥയിലെ മുദ്രാവാക്യങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞെട്ടലോടെ മുഴങ്ങിക്കേട്ടു. അരിയും പൂവും കുന്തിരിക്കവും കൊണ്ടുവരാൻ തീവ്രവാദ സംഘടനകൾ മറ്റ് സമുദായ അംഗങ്ങളെ അവിടെ ആവശ്യപ്പെട്ടു. അതായത് തങ്ങളെ എതിർക്കുന്നവർ പട്ടടയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് മരണം ഉറപ്പാക്കുന്നു എന്ന മുദ്രാവാക്യങ്ങളിലൂടെ ഉയർന്നു. ഇവിടെ നടന്ന സംഘർഷങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടുകാരും RSS പ്രവർത്തകരും 2 കൂട്ടരും കൊല്ലപ്പെട്ടു. ചേർത്തലയ്ക്കടുത്ത് വെച്ച് നടന്ന ഒരു സംഘർഷത്തിൽ RSS പ്രവർത്തകനായ ഒരു യുവാവ് കൊല്ലപ്പെട്ടു. അതിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിന് സ്വാധീനമുള്ള മണ്ണഞ്ചേരി, ആലപ്പുഴയ്ക്ക് നഗരത്തിന് ഇവിടെ ചേർന്ന് കിടക്കുന്ന മണ്ണഞ്ചേരി പഞ്ചായത്തിൽ ഉണ്ടായ മറ്റൊരു സംഘർഷത്തിൽ, ഒരു തിരിച്ചടിയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ഷാൻ കൊല്ലപ്പെടുന്നു. അതിൻ്റെ തിരിച്ചടിയായി വീണ്ടും ഒരു കൊലപാതകം പോപ്പുലർ ഫ്രണ്ട് നടത്തി. അവിടെ RSS പ്രവർത്തകനായ രഞ്ജിത്ത് ശ്രീനിവാസൻ അതിദാരുണമായി കൊല്ലപ്പെടുന്നു. ഇത് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചു. കാരണം രഞ്ജിത്തിൻ്റെ കൊലപാതകം നടപ്പിലാക്കിയ രീതി അത്ര ഭീകരമായിരുന്നു. അദ്ദേഹത്തിനെ തലയ്ക്ക് ഇരുമ്പ് കൂടം കൊണ്ടടിച്ച് അദ്ദേഹത്തിനെ നിരവധി വെട്ടുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആഴത്തിൽ ഏൽപ്പിച്ച് സമൂഹത്തിൽ ഭീതി പരത്തിയാണ് അദ്ദേഹത്തിനെ കൊന്നത്. ഒരു യഥാർത്ഥ തീവ്ര അല്ലെങ്കിൽ ഭീകര സംഘടനയുടെ കൊലപാതകം പോലെ അത് കേരളത്തിലെങ്ങും ഞെട്ടലുളവാക്കി. അതിനെ തുടർന്ന് ജില്ലയിൽ വലിയ രാഷ്ട്രീയ വർഗീയവും മതപരമായ ചേരിതിരിവുകൾ ജില്ലയിൽ രൂപപ്പെട്ടു. അതിൻ്റെ അനുരണനങ്ങൾ ഇന്നും ജില്ലയുടെ പല ഭാഗത്തുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു പശ്ചാത്തലത്തിലാണ് ആലപ്പുഴയിൽ
ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംഭവിക്കുന്നത്. കെ സി വേണുഗോപാൽ ഈ നിയോജക മണ്ഡലത്തിൽ കണ്ണൂരിൽ നിന്നെത്തി ആലപ്പുഴ നഗരത്തിലെ MLA ആയി വിജയിക്കുകയും അതുപോലെ ആലപ്പുഴയിൽ നിന്നും മന്ത്രിയാവുകയും ടൂറിസം ദേവസ്വം മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കുകയും പിന്നീട് MP ആകുകയും പിന്നീട് അഭൂതപൂർവമായ രാഷ്ട്രീയ വളർച്ച കൊണ്ട് കേരളത്തിലെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു നേതാവാണ് കെ സി വേണുഗോപാൽ. അതുപോലെ തന്നെ CPM സ്ഥാനാർത്ഥിയായ AM ആരിഫ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് മുസ്ലിം സമുദായത്തിലുള്ള സ്വാധീനമായിരിക്കാം CPMനെ അദ്ദേഹത്തിനെ പലപ്പോഴും സ്ഥാനാർത്ഥിയാക്കിയത് എന്നൊരാരോപണം ഈ ജില്ലയിൽ പലവട്ടം മുഴങ്ങിയിട്ടുണ്ട്. ചില CPM നേതാക്കന്മാരെങ്കിലും പാർട്ടിക്കുള്ളിലെങ്കിലും ഈ അഭിപ്രായം ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനസ്വാധീനത്തെ കുറച്ച് കാണാൻ പാടില്ല. കാരണം KR ഗൗരിയമ്മ എന്ന വ്യക്തിയെ, അതായത് ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവും പാർട്ടിയുടെ മുഖങ്ങളിലൊന്നുമായ വനിതാ മുഖവുമായിരുന്ന ഗൗരിയമ്മയെ ആരൂരിൽ നിന്നും 38,000 വോട്ടുകൾക്ക് തോൽപ്പിച്ച വ്യക്തിയാണ് ശ്രീമാൻ ആരിഫ്. ഞാൻ വോട്ടിൻ്റെ അത് ഗൗരിയമ്മയെ തോൽപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഭൂരിപക്ഷം കിട്ടിയതെന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആ മണ്ഡലത്തിൽ നിന്നും 38,000 വോട്ടിന് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അത്രയധികം ഭൂരിപക്ഷത്തിൽ അസംബ്ലി ഇലക്ഷനിൽ വിജയിച്ചവർ വളരെ കുറവായിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തെ ഒട്ടും കുറച്ച് കാണണ്ട. പക്ഷേ അദ്ദേഹത്തിന് പലപ്പോഴും സ്ഥാനാർത്ഥിത്വം കിട്ടിയത് മറ്റു പല പരിഗണനകളും കൊണ്ടാണോ എന്നൊരു സംശയം അത് പലയിടത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം വോട്ടുകൾ ആകർഷിക്കാൻ വേണ്ടിയാണോ CPM ഇദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് നമുക്കറിഞ്ഞുകൂടാ. ഈ അടുത്ത കാലത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകളിൽ NIA റെയ്ഡ് നടത്തിയപ്പോൾ അതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ച നേതാക്കന്മാരിൽ ഒരാളും ശ്രീ ആരിഫാണ്. ഒരുപക്ഷെ അതിന് അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണങ്ങളുണ്ടാകാം. വർഗീയവാദി എന്നൊന്നും ഞാൻ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നില്ല. കെ സി വേണുഗോപാലിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജാതിയുടെയും മതത്തിൻ്റേതുമായിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടാകാം. നമ്മുടെ ജില്ലയുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലയിലെ പിന്നോക്ക വോട്ടുകളിലേക്ക് കടന്നു കയറാൻ സാധ്യതയുണ്ട് എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതായത് ജില്ലയിലെ CPMൻ്റെ വോട്ട് ബാങ്കായ പിന്നോക്ക സമുദായങ്ങളുടെ ഇടയിലേക്കും അവർ സ്വാധീനമുറപ്പിക്കുന്നു എന്ന ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരം പ്രവചനാതീതമായി തീർന്നിരിക്കുകയാണ്. ആര് ജയിക്കും? ഇത് ഇലക്ഷൻ്റെ തലേ ദിവസം വരെ ഇത്തരം ചർച്ചകൾക്ക് പ്രസക്തിയുണ്ട്. കാരണം ഇവിടെ ആലപ്പുഴ ജില്ലയിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിനൊന്നുമല്ല ആരും വിജയിക്കുന്നത്. കഴിഞ്ഞ തവണ ആരിഫ് വിജയിക്കുന്ന ഏതാണ്ട് 10,000-ലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഷാനിമോൾ ഉസ്മാനാണ് മത്സരിച്ചത്. അപ്പോൾ അന്നും അടിയൊഴുക്കുകൾ ഈ വിജയെ നിർണയിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്നാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടത്. ഇപ്രാവശ്യവും ഇത്തരം വസ്തുതകൾ പലപ്പോഴും വിജയിയെ നിർണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും. രാഷ്ട്രീയം അടിമുതൽ മുടി വരെ രാഷ്ട്രീയം ചർച്ച ചെയ്തിരുന്ന ആലപ്പുഴ ജില്ലയിൽ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി മറ്റ് പല ഘടകങ്ങളും ജാതിയും മതവും ഉൾപ്പെടെ രാഷ്ട്രീയ വിജയിയെ നിർണയിക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത്. അത് വരും കാലഘട്ടങ്ങളിൽ ജില്ലയിൽ ഉണ്ടാകാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചന തന്നെ ആയിരിക്കുമെന്ന് ഒരു തോന്നൽ പലരിലും ഇന്നുണ്ട്. എന്തായാലും വരുന്ന ആളുകൾ പുതിയ സംഭവ വികാസങ്ങളുടേതായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. നമസ്കാരം.